Opening Hours with MyFin. Good morning. Opening Hours in the പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. Good morning, Sir. Happy morning, Nikhil. സർ, ഇന്നത്തെ ഒരു ടേക്ക് ഓവറിലേക്ക് തന്നെ ആദ്യം കടക്കുകയാണെങ്കിൽ US വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാസ്ഡാക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മികച്ച ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. ഏകദേശം 0.84% ഒരു നേട്ടം നാസ്ഡാക്കിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. US ഫെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള റേറ്റ് കട്ടിൻ്റെ സാധ്യതകളൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഡോ ജോൺസ് പരിശോധിക്കുകയാണെങ്കിലും 0.39% ഒരു നേട്ടം. ഇന്നത്തെ ഒരു ഇന്ത്യൻ വിപണിയുടെ ഒരു പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിലും ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഇടിവിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവ് നിഫ്റ്റി 50യുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. സമാനമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് നിഫ്റ്റി ബാങ്കും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായിട്ട് ഇപ്പോൾ തീർന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതിൽ ആദ്യമായിട്ടുള്ളത് രൂപയുടെ ഒരു ഇടിവാണ്. ഒരു റെക്കോർഡ് ഫോൾ തന്നെയാണ് രൂപയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അതായത് ഒരു റെക്കോർഡ് ഫോൾ ആയിട്ട് നിലവിൽ 90 രൂപ 14 പൈസ എന്ന് പറയുന്ന ഒരു നിരക്കിലേക്ക് USD INR ഒരു വിനിമയത്തിൽ നിലവിൽ ഇപ്പോൾ രൂപ ഇടിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ GDP കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും 8.2% എന്ന് പറയുന്ന ഒരു GDP കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച ഒരു കണക്കാണോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. സർ, ഈ കാര്യങ്ങളോടുള്ള സാറിൻ്റെ ഒരു പ്രതികരണം എന്താണ്? നിഖിൽ, ലോട്ട് ടു ടോക്ക് അബൌട്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 3 ആഴ്ചയും കൂടെ ഉള്ളൂ ഈ ഇയർ അവസാനിക്കാനായിട്ട്. നമുക്കറിയാം വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ്, 4-ാം തീയതി, അതായത് നാളെ 2 ദിവസത്തെ ഒരു വിസിറ്റിനായി ഇന്ത്യയിലേക്ക് വരുന്നു. ഓൺ ഇൻവിറ്റേഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 23rd ഇന്ത്യ റഷ്യ ആനുവൽ സമ്മിറ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാര്യം നമ്മളും US തമ്മിലുള്ള ട്രേഡ് ഡീൽ സൈൻ ചെയ്യുന്നില്ല. അതിന് കാരണക്കാരനായത് ഈ പറയുന്ന പോലെ റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാരണത്താലാണ്. ആ സമയത്ത് കോയിൻസൈഡ് ചെയ്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റഷ്യൻ പ്രസിഡന്റ് വരുന്നത്. ഒരു പക്ഷേ US നിന്നും ഈ ട്രേഡ് ഡീലിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടാത്തത് ഈ മീറ്റിംഗ് എങ്ങനെ പോണു എന്ന് നോക്കിയിട്ടായിരിക്കാം എന്നുള്ള. എനിക്ക് തോന്നുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡിന്റെ സൈസ് എന്ന് പറയുന്നത് $68 ബില്യൺ ആണ്. അത് ലാർജ്ലി സ്ക്വീഡ് ഇൻ ഫേവർ ഓഫ് റഷ്യ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ വുഡ് ട്രൈ ടു റെഡ്യൂസ് ദാറ്റ്. അതെങ്ങനെയാണ്? കൂടുതൽ ഇന്ത്യൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് റഷ്യ മേടിക്കാൻ ഉള്ള രീതിയിലായിരിക്കാം വരാൻ പോകുന്ന ട്രേഡ് ടോക്സ്. തീർച്ചയായിട്ടും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും ഈ സമ്മിറ്റിന്റെ സൈഡ് ലൈൻസിൽ റഷ്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും സംസാരിക്കുന്നതായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ അതിനുവേണ്ടി നോക്കും എന്നുള്ളതും, അത് മാത്രമല്ല റഷ്യയിൽ നിന്ന് കൂടുതൽ ഡിഫൻസ് ഡീലും പല എയർക്രാഫ്റ്റിന്റെ ടെക്നോളജി, എഞ്ചിൻ മേക്കിങ്ങും ഒക്കെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കേണ്ട കാര്യം, റഷ്യ മനസ്സിലാക്കുന്നു ഇന്ത്യയുടെ കണ്ടീഷൻ, അതായത് US സാങ്ഷൻ കാരണമുള്ള ഇന്ത്യയുടെ കണ്ടീഷൻ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ബട്ട് ഇന്നും എനിക്ക് നല്ല ജലദോഷമുണ്ട്. അപ്പോൾ ഇന്നും നമ്മുടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം റുപ്പിയുടെ ഫോള് തന്നെയാണ്. റുപ്പി ഏതാണ്ട് 90 ബ്രീച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള അഗെയിൻസ്റ്റ് ഡോളർ എന്ന് പറയുന്നത് അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ബട്ട് ഇൻ എ സെൻസ് നമ്മൾ ഈ വീക്ക് തുടങ്ങിയപ്പോൾ തന്നെ ടെക്നിക്കലി ഇതിനുള്ള ഒരു ചാൻസസ് കണ്ടിരുന്നു എന്നുള്ള 90 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഈ മാസം അവസാനത്തോടു കൂടി 88.5 അവിടെ ഒരു ഏതാണ്ട് സെറ്റിലിംഗ് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മളല്ല പറഞ്ഞത്, ഈ ഫോറക്സിൽ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയുടെ ഒരു അഭിപ്രായ സർവേയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെ പോകുന്നു. ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ഞാൻ നോക്കുമ്പോൾ അങ്ങനെ വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ഡോളർ ഇങ്ങനെ വീഴുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ GDPയുടെ ഫിഗർ ഓവർ സ്റ്റേറ്റഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം GDPയുടെ ഫിഗേഴ്സ് നമുക്ക് നോക്കാം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ തന്നെ നമ്മുടെ വീഡിയോന്റെ പുറകിൽ ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. അതായത് ഇന്ത്യയുടെ GDP റോങ് ആണ്, മാനിപ്പുലേറ്റഡ് ആണ്, ഫേക്ക് ആണ് എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാവണം. അതാണ് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്നുള്ളത്. അത് മാത്രമല്ല പല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സിനും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാര്യം നമ്മുടെ MyFin ഡിസ്ക് പൊതുവെ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. ബട്ട് നമുക്ക് അതിന്റെ വാസ്തവങ്ങളിലേക്ക് വരാം. ഈ വാസ്തവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു ആംഗിൾ ആണെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതാണ് ഇറ്റേണൽ ട്രൂത്ത് എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ പ്രേക്ഷകർ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറഞ്ഞത് അത് ഫേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ അത് എന്താ പറയുക കൺസിസ്റ്റന്റ് അല്ല, മാനിപ്പുലേറ്റഡ് ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യും. അതിനൊന്നും നമുക്ക് എതിരില്ല. കാര്യം എല്ലാവർക്കും അവരുടേതായ ആർഗ്യുമെന്റ് പറയാനുള്ള അധികാരമുണ്ട് എന്നുള്ള. ബട്ട് നമുക്ക് ഇതിന്റെ വേറൊരു വശം നോക്കാം. ഇത് നമ്മൾ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ പേഴ്സണൽ അഭിപ്രായം പോലുമില്ല, ഇത് കാരണങ്ങളാണെന്നേ ഉള്ളൂ.
ഇതൊരിക്കലും ഞങ്ങൾ പറയുന്ന ഒരു രീതിയാണ് എന്ന് മനസ്സിലാക്കാതിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ GDP, അതായത് ഇന്ത്യയുടെ GDP കുറിച്ചുള്ള ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ IMF തന്നെ ഇന്ത്യൻ GDPയെ C ഗ്രേഡ് ആയിട്ടാണ് ഒരു അസസ്മെന്റ് നടത്തിയിരിക്കുന്നത്. C ഗ്രേഡ് ആയിട്ട് അസസ്മെന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ IMF പോലും ഇന്ത്യയുടെ GDPയെ വിശ്വസിക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ പല ഡിബേറ്റും വരുന്നുണ്ട്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. C കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ GDP ഫിഗേഴ്സ് മാനിപ്പുലേറ്റഡ് ആണോ ഫേക്ക് ആണോ എന്നുള്ള രീതിയിലേ അല്ല. C എന്ന് പറയുന്നത് ഇറ്റ് സേസ് ദാറ്റ് എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രെയിംവർക്ക് നീഡ് മോഡേണൈസേഷൻ. അതായത് അതിന് ഈ പറയുന്ന പോലെ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളുകൾ ഔട്ട്ഡേറ്റഡ് ആണ്. അതിനൊരു മോഡേണൈസേഷൻ വേണം എന്നുള്ളതാണ് C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് C ഒരിക്കലും ഒരു മാനിപ്പുലേറ്റഡ് ആണ്, ഫേക്ക് ആണെന്നല്ല IMF ഉദ്ദേശിക്കുന്നത്. ബട്ട് പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവർക്കും ഗവൺമെന്റിനെ അങ്ങനെ അക്യൂസ് ചെയ്താൽ നമുക്ക് തെറ്റും പറയാനില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട് അങ്ങനെ ചെയ്യാൻ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് IMF ഈ C ഗ്രേഡ് കൊടുത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ റുപ്പിക്ക് എഗെയിൻസ്റ്റ് അല്ലെ GDP ഫിഗേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്രയും വലിയൊരു ക്രിറ്റിസിസം വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട കാര്യം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ GDP മെത്തോഡോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതായത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പുതിയ GDP സീരീസ് 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2015 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഒരു ബേസ് ഇയർ നിശ്ചയിക്കണം. ഈ ബേസ് ഇയർ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് 2011 മുതൽ 2012 വരെ. 2011 തൊട്ട് 12 വരെയുള്ള ഒരു ബേസ് ഇയർ ആണ് 2015 പുതിയ GDP സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് വച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് നിന്ന് ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 13 കൊല്ലം പഴക്കമുള്ള ഒരു ബേസ് ഇയർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു രസകരമായിട്ടുള്ള കാര്യം, അതിനുശേഷം അതായത് 2011-12 ബേസ് ഇയർ വെച്ചേക്കണേ, അതിനുശേഷം ഇന്ത്യൻ ഇക്കണോമിയിൽ സ്ട്രക്ചറലായിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നു. അതായത് ഡിജിറ്റൽ ഇ-കോമേഴ്സ് എക്സ്പ്ലോഡ് ചെയ്തു, സർവീസസ് എക്സ്പാൻഡ് ചെയ്തു, കൺസ്യൂമർ പാറ്റേൺ മാറി, ഇ-കോമേഴ്സ് വന്നു, ഗിഗ് വർക്കേഴ്സ് വന്നു, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ, ഡെലിവറി ബോയ്സ് അങ്ങനെയൊക്കെ വന്നു. ഫിൻടെക് ഒന്നും അന്നത്തെ കാലത്ത് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 2011-12 എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഇയർ ആണ്, ഒരു ബേസ് ഇയർ ആയിട്ട് GDPയെ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസ് ഇയർ എടുക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ഗ്രോത്തും സെക്ടർ വെയിറ്റും ഒന്നും ഒരു കറക്റ്റായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ശരിക്കും ഐഡിയലി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഐഡിയലി അവർ 2015 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബേസ് ഇയർ 2011-12 ആയിരിക്കെ ഈ 2011-12 എന്ന് പറഞ്ഞ ബേസ് ഇയർ എവറി 5 ഇയേഴ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അതായത് 2017-18 ബേസ് ഇയർ ചേഞ്ച് ചെയ്യണമായിരുന്നു, ബേസ് ഇയർ 2017-2018 ആക്കണമായിരുന്നു. അതല്ലെങ്കിൽ 2022 2023 ബേസ് ഇയർ ചേഞ്ച് ചെയ്യണമായിരുന്നു. അതായത് കാലാനുസൃതമായിട്ട് ബേസ് ഇയർ മാറ്റിക്കൊണ്ടു വന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന GDP ഫിഗറിന്റെ ആദ്യത്തെ ഒരു ന്യൂനത. എന്നാൽ 2015 ഈ ഗവൺമെന്റ് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പത്തെ കാലങ്ങളിലുള്ള ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്തും ഈ പറയുന്ന പോലെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2004-2005 തന്നെയാണ്. പക്ഷേ അന്നത്തെ കാലത്തെ GDPയുടെ ഈ കാൽക്കുലേഷൻ അത്രയ്ക്ക് വലിയ സ്റ്റാറ്റിസ്റ്റിക്കലി ക്രെഡിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ലെസ് കോൺട്രവേഴ്സിയൽ ആയിരുന്നു എന്നുള്ള. ലെസ് കോൺട്രവേഴ്ഷ്യൽ ആവാനുള്ള കാര്യം എന്താ? അക്കാര്യം 2015 ശരിക്കും ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ മെത്തോഡോളജി ചേഞ്ച് ചെയ്തത്. അതിനു മുമ്പേ ഉള്ള ഗവൺമെന്റ് GDP കാൽക്കുലേഷൻ്റെ മെത്തോഡോളജി ചേഞ്ച് ചെയ്തിട്ടില്ല. സ്റ്റാറ്റിസ്റ്റിക്കലി വലിയ ക്രെഡിബിൾ അല്ലെങ്കിൽ പോലും അത് കാരണം ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടില്ല എന്നുള്ള. 2015 മെത്തോഡോളജി ചേഞ്ച് ചെയ്ത് യൂസ് ഓഫ് ന്യൂ കോർപ്പറേറ്റ് ഡേറ്റാ സെറ്റ്സ് അല്ലെങ്കിൽ ന്യൂ ഗ്ലോബൽ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി തന്നെ അതിനൊരു കോൺട്രവേഴ്സി വന്നു. കാര്യം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 2015 ആ സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയെങ്കിലും ഒരു കോംപ്രിഹെൻസീവായ രീതിയിൽ മാറ്റം വരുത്തിയില്ല. അതായത് ഇവിടെയും മാത്രം ഒരു ചേഞ്ച് വന്നത് അതിനൊരു കോൺട്രവേഴ്സിക്ക് കാര്യമായി എന്നുള്ള. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്തുകൊണ്ട് GDPക്ക് എന്താ പറയുക ഒരു കോൺട്രവേഴ്സി വരുന്നു അല്ലെങ്കിൽ IMF അതിന് C ഗ്രേഡ് കൊടുത്തു എന്നുള്ള. ആദ്യത്തെ റീസൺ നമ്മൾ പറഞ്ഞു, ബേസ് ഇയർ ആണ് ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിയുടെ 40 തൊട്ട് 50%
അൺഓർഗനൈസ്ഡ്, അതായത് ഇൻഫോർമൽ സെക്ടർ ആണ് എന്നുള്ളത്. അതായത് നമുക്കറിയാം പെട്ടിക്കടകൾ, കിരാന സ്റ്റോഴ്സ്, ഗിഗ് വർക്കേഴ്സ്, സ്മോൾ വർക്ക്ഷോപ്പുകൾ, ഹോം ബേസ്ഡ് ബിസിനസ്സുകൾ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തിൽ, അതായത് അൺരജിസ്റ്റേർഡ് ഫോം, ഇൻഫോർമൽ സെക്ടറിലാണ് കൂടുതൽ നടക്കുന്നതില്ല. IMF പറയുന്നത് വെച്ചാൽ ഈ GDP ഫിഗേഴ്സ് ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ ഇത്രയും വലിയൊരു അൺഓർഗനൈസ്ഡ് ഇൻഫോർമൽ സെക്ടറുള്ള ആ സാധനത്തിനെ ക്വാണ്ടിഫൈ ചെയ്യാനുള്ള ഒരു പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആ ടൂൾസ് ഈ GDPയിൽ ഇല്ല എന്നാണ് IMF പറയുന്ന രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ? ഔട്ട്ഡേറ്റഡ് പ്രൈസ് ഇൻഡിസസ്. ഔട്ട്ഡേറ്റഡ് പ്രൈസ് ഇൻഡിസസ് എന്ന് വെച്ചാൽ ഐഡിയലി നമ്മൾ ഇന്നലെയും പറഞ്ഞു, അതായത് റിയൽ ജി ഡി പിയുടെ കൂടെ ഇൻഫ്ലേഷനും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നോമിനൽ GDP വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോമിനൽ GDP എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം വരും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് ഈ ഇൻഫ്ലേഷൻ ആ ഒരു പ്രോഡക്റ്റ്, അതായത് നോമിനൽ GDPയെ റിയൽ GDPയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് ഇന്ത്യ യൂസ് ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്, WPI, ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, PPI. അതായത് ഇന്റർനാഷണൽ പ്രാക്ടീസ് അനുസരിച്ച് ആ ഒരു ഇൻഡെക്സ്, അതായത് നോമിനൽ GDPയെ റിയൽ GDP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ഗ്ലോബലി എല്ലാവരെയും യൂസ് ചെയ്യുന്നത് PPI ആണ്, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ ഇന്ത്യ ഇവിടെ യൂസ് ചെയ്യുന്നത് WPI ആണ് എന്നുള്ളതാണ്. അതും ഒരു കാരണമാവുന്നു, മൂന്നാമത്തെ ഒരു കാരണമാവുന്നു എന്നുള്ള. പിന്നെ ഈ ഇന്ത്യയുടെ GDP കാൽക്കുലേഷന് വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് GDPയെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ വാല്യൂ ആഡഡ് അപ്രോച്ച്. പ്രൊഡക്ഷൻ വാല്യൂ ആഡഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ സൈഡിലെ ഒരു കാൽക്കുലേഷനാണ്. പിന്നെ വേറൊരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് സൈഡിലെ. സാധാരണ ഈ രണ്ട് രീതിയിലും GDP എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് വരാൻ പാടില്ല എന്നുള്ള. ബട്ട് ഇന്ത്യയുടെ കേസിൽ അത് വലിയൊരു രീതിയിൽ ഡൈവേർജൻസ് വരുന്നു എന്നുള്ളതാണ്. അതായത് സൈസബിൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്പൻസി വരുന്നു എന്നുള്ളതും ഈ GDP ഫിഗേഴ്സിനെ അല്ലെങ്കിൽ ഈ സീരീസിനെ കോൺട്രവേഴ്സിയൽ ആക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് വേറൊരു ചെറിയൊരു കാര്യം, അതായത് അതായത് ഈ ലാക്ക് ഓഫ് സീസണാലിറ്റി GDP ഡേറ്റ, അതായത് ഇന്ത്യ സീസണലി ഉള്ള GDP പബ്ലിഷ് ചെയ്യുന്നില്ല. സീസണലി ക്വാർട്ടർലി GDP നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്ടർ ലെവലിലുള്ള ഒരു GDP അനാലിസിസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഒരു ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സൈക്കിളോ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഈ 5 കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ GDP സീരീസിനെ കോൺട്രവേഴ്സിയലായിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ള. അതിന് ഏതെങ്കിലും ഒരു സൈഡ് ഇത് മാനിപ്പുലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ ഒക്കില്ല എന്നുള്ളതാണ്. ബട്ട് IMF C ഗ്രേഡ് അസൈൻ ചെയ്തേക്കുന്നത് ഇത് ഫേക്ക് ആണ്, മാനിപ്പുലേറ്റഡ് ആണ്, ഓവർ സ്റ്റേറ്റഡ് ആണെന്നുള്ള രീതിയിലല്ല. ഇറ്റ് നീഡ്സ് മോഡേണൈസേഷൻ, പഴയ ടൂൾസ് ആണ് യൂസ് ചെയ്യണേ എന്നുള്ളതാണ് ഇതിനകത്ത് വന്നത്. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം? എന്നാണ് ഇത് പ്രോബ്ലം ആയത് എന്താണെന്ന് വെച്ചാൽ സാധാരണ 2017-18 ബേസ് ഇയർ മാറ്റേണ്ടതാണ്. അത് മാറ്റാത്തിടത്തോളം കാലം 2018-ലും 2019 ആയപ്പോഴത്തേക്കും ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉയർന്നു വന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അന്ന് മുതലാണ് ഈ കോൺട്രവേഴ്സി GDP ഫിഗേഴ്സിലേക്ക് വരുന്നത്. പിന്നെ ഇത് അക്സെൻറ്റുവേറ്റ് ചെയ്തപ്പോൾ എപ്പോഴാണെന്നറിയോ? 2020-21 കോവിഡ് വന്നത് കാരണം ഇൻഫോർമൽ അൺഓർഗനൈസ്ഡ് സെക്ടർ തകർന്ന് തരിപ്പണമായപ്പോൾ GDP ഫിഗേഴ്സ് അതൊന്നും അക്കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം 2020-21 കാലഘട്ടത്തിലും ഇതൊരു വലിയ കോൺട്രവേഴ്സിയായി മാറി എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ 2023-25 കാലഘട്ടമായപ്പം 2024 ആയപ്പോഴത്തേക്കും IMF ഇതിനൊരു C ഗ്രേഡ് കൊടുത്തോടുകൂടി ഇത് ആളിക്കത്തി ഇതിൻ്റെ കോൺട്രവേഴ്സി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമുക്ക് നോക്കുകയാണെങ്കിൽ 2026 ആവുമ്പോഴത്തേക്കും ഇന്ത്യ വിൽ ലോഞ്ച് ന്യൂ GDP series with the base year 2022-2023. അപ്പോൾ ഇനി വരാൻ പോണ ദിവസങ്ങളിൽ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ടിൽ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ദ കോൺട്രവേഴ്സി വിൽ എക്സിസ്റ്റ്. ആൻഡ് അതിന് ക്രെഡിബിലിറ്റി ഉണ്ടോ കോൺട്രവേഴ്സി എക്സിസ്റ്റ് ചെയ്യാൻ? ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് നോക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയുടെ മാത്രം പ്രോബ്ലം അല്ല, ലാർജ് ഇൻഫോർമൽ സെക്ടറുള്ള പല രാജ്യങ്ങൾക്കും ഇതിൻ്റെ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. അതായത് IMF അവർക്കൊക്കെ C ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നൈജീരിയ, കെനിയ,
ഗാന, ശ്രീലങ്ക, ഈജിപ്റ്റ് ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഒരിക്കലും ആ രീതിയിൽ പോരുത്. കാര്യം ഇന്ത്യ ഈസ് 5th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ഗ്ലോബലി. നമ്മൾ അതിൻ്റേതായ രീതിയിൽ ക്രെഡിബിൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഡിസ്പെൻസേഷൻ്റെ അഡ്മിനിസ്ട്രേഷനും ആവശ്യം തന്നെയാണെന്നുള്ള. ബട്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആസ് വി സ്റ്റാൻഡ് ടുഡേ ഇന്ത്യ ഈസ് ബെറ്റർ ദാൻ, അതായത് ഇന്ത്യയുടെ GDP ഫിഗേഴ്സ് കാൽക്കുലേഷൻ ഓർ മെത്തഡോളജി ഈസ് ബെറ്റർ ദാൻ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, നൈജീരിയ ആൻഡ് കേരിയ. ഏതാണ്ട് സിമിലർ ടു ആരെയൊക്കെ പോലെയാണ് നമ്മുടെ ഇരിക്കുന്നത്? നമ്മൾ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ഈജിപ്റ്റ്, വിയറ്റ്നാം, മൊറോക്കോ അവരെയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. ആരെക്കാട്ടിലാണ് മോശം? ഞാൻ ഈ എമർജിംഗ് മാർക്കറ്റ്സ് മാത്രമേ പറയുള്ളൂ. ചൈന, ബ്രസീൽ, സൗത്ത് കൊറിയ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ GDP ടൂൾസുകൾ അല്ലെങ്കിൽ മെത്തഡോളജി എന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ് എന്നുള്ളതാണെന്നുള്ള. അപ്പോൾ ഇതായിരിക്കുമോ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോബ്ലം? അതായത് GDP ഫിഗേഴ്സിനെ കുറിച്ച് അല്ല. കാര്യം ഈ കോൺട്രവേഴ്സി ആദ്യമായിട്ട് തുടങ്ങിയതല്ല, 2018-19 മുതലുള്ളതാണ്. 2024 തന്നെയാണ് ഈ IMF ശരിക്കും കൊടിമുടി കൂടിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് കോൺട്രവേഴ്സി കൂടിയത് കോവിഡ് കഴിഞ്ഞപ്പോഴാണ്. 2024 IMF അപ്ഗ്രേഡ് ചെയ്തത്. ബട്ട് അന്നൊക്കെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ മാർക്കറ്റ് നമുക്ക് ഫേവറബിൾ ആയിരുന്നപ്പോൾ നമുക്ക് ഇതൊന്നും പ്രോബ്ലം ആയിരുന്നില്ല. നമുക്ക് എന്താണ് പ്രോബ്ലം വരുന്നത്? നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ വരാതിരിക്കുമ്പോൾ ഈ ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നമ്മുടെ കഴിവുകൾ തന്നെ നമ്മൾ ഈ GDP-യിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള. അതിനൊരു ഉണ്ടോ? GDP-യെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. പക്ഷെ അതുകൊണ്ടാണോ നമ്മുടെ പോർട്ട്ഫോളിയോ ഈ നെഗറ്റീവായിട്ട് കിടക്കുന്നത്? അല്ല. എത്രയോ സ്റ്റോക്സ്, ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റോക്സ് 30, 40, 60% കയറി നമ്മുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോ ഇല്ലാത്തതിന് നമ്മൾ തന്നെ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ അതിന് ഉത്തരം പറയണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പ്യുവർലി ടെക്നിക്കൽ മാത്രമാണ്. ഇത് 2026 ആകുമ്പോഴത്തേക്കും കറക്റ്റ് ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ GDP ഫിഗേഴ്സ് കാരണമായിരിക്കാം ഒരു കറക്ഷൻ. ബട്ട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോ കയറാത്തതിന് നമ്മളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി എന്നുള്ള. കയറിക്കൊണ്ടിരിക്കുമ്പോൾ 2023 മാർക്കറ്റ് നല്ല ബുൾറൺ വന്നപ്പോഴും ഈ GDP ഫിഗേഴ്സിനെ കുറിച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ് മാർക്കറ്റിൽ. ഞാൻ എൻ്റെ 30 കൊല്ലത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ നമ്മൾ അത് വേറെ ആരെങ്കിലും മേത്ത് ചാരി വെക്കാൻ നോക്കുന്നേ ഉള്ളൂ. ബട്ട് പൊളിറ്റിക്കലി ആരെങ്കിലും ഈ ഗവൺമെന്റിനെ അക്യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുകൂടി പറഞ്ഞു. ദേ ഹാവ് എവറി റൈറ്റ് ടു ക്രിറ്റിസൈസ് ദ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു വെക്കണം എന്നുള്ള. ഇനി നമുക്ക് രണ്ടാമത് വരേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റുപ്പി എന്തുകൊണ്ടാണ് ഫോൾ ആയത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഓൺ ദ ഡേ 2 ദിവസമായിട്ട് നമ്മൾ പറഞ്ഞു, ഓൺ ദ ഡേ ദർ ഷുഡ് ഹാവ് ബീൻ എ സെലിബ്രേഷൻ ഫോർ എ GDP ഗ്രോത്ത് ഓഫ് 8.2%. നമ്മൾ മാർക്കറ്റ് ഡൗൺ ആയി. കാര്യം നമ്മളും നമ്മുടെ വീഡിയോൻ്റെ തംബ്നെയിൽ അങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളതാണ്. എന്താണ് അതിനകത്തുള്ള കാരണം? അതായത് ഹൈയുടെ അവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും കറക്റ്റ് ചെയ്ത് താഴേക്ക് പോകുന്ന സവിശേഷതയാണ് കാണുന്നത് എന്നുള്ള. എന്തുകൊണ്ട് റുപ്പി വീണു? ഇതിൻ്റെ റീസൺസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കേണ്ടത്. നമുക്കറിയാം ഇന്ത്യക്ക് ഇംപ്രസീവ് ആയിട്ടുള്ളൊരു GDP റണ്ണാണ് ഈ കൊല്ലം വന്നതെന്നുള്ളത്. അതായത് ജാനുവരി തൊട്ട് മാർച്ച് വരെ 7.4%, ഏപ്രിൽ തൊട്ട് ജൂൺ വരെ 7.8%, ജൂലൈ ടു സെപ്റ്റംബർ 8.2% വന്നിരിക്കുന്നു. എന്നിട്ടും മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിനുള്ള ബേസിക് റീസൺ എന്നുള്ള? അതായത് ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. GDP ഫിഗേഴ്സ് ഡു നോട്ട് റിഫ്ലക്ട് കോർപ്പറേറ്റ് ഏർണിങ്സ്. കോർപ്പറേറ്റ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിൻ്റെ കോർപ്പറേറ്റ് ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോ ചെയ്യുന്നത് ലോ സിംഗിൾ ഡിജിറ്റിലാണ്. നമുക്ക് വേണമെങ്കിൽ 3 to 5% എന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. 3% മുതൽ 5% മാത്രമാണ് കോർപ്പറേറ്റ് GDP. അതായത് ലാസ്റ്റ് 6 ക്വാർട്ടർ എന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഒരു 1.5 കൊല്ലത്തെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ്സ് ഓഫ് ബിഗ് കമ്പനീസ് ഗ്രൂ ഓൺലി ബൈ 3 to 5% എന്നുണ്ട്. ബട്ട് ഈ പറയുന്ന പോലെ ഈ പുവർ ഗ്രോത്ത് വാല്യുവേഷനെ വളരെ ഓവർ വാല്യുവേഷൻ ടെറിട്ടറിയിലേക്ക് കാണിക്കുകയും ചെയ്യുന്നു. അതായത് ഈ മ്യൂട്ടഡ് ആയിട്ടുള്ള ഏർണിങ്സ് റുപ്പിക്ക് ഒരു പ്രോബ്ലമായി മാറുന്നു. അതായത് 3 to 5% റുപ്പിക്ക് പ്രോബ്ലമായിട്ട് മാറുന്നു എന്നുള്ള കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടെ ഇന്ത്യൻ കമ്പനികളുടെ വാല്യുവേഷൻ കയറി നിൽക്കുകയും എന്നാൽ ഏർണിങ്സ് 3 to 5% ഗ്രോ ചെയ്യും. GDP ഫിഗേഴ്സ് ഇതിൽ നിന്നൊക്കെ ഡൈവേർജൻ്റ് ആയിട്ട് കാണിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അതേ സമയത്ത് US-ൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ബെറ്റർ സ്റ്റോക്സ്, അതായത് ഹൈ ഗ്രോത്ത് സെക്ടേഴ്സായ കമ്പനികൾ 60%, 50% ഗ്രോ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ട്രേഡ് US-ൽ നടക്കുന്നു. അത് മാത്രമല്ല അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും നടക്കുന്നു എന്നുള്ള. അപ്പോൾ ദർ വിൽ ബി ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ഇന്ത്യൻ മാർക്കറ്റ്സ്. ബിക്കോസ് ഇന്ത്യൻ മാർക്കറ്റിലെ കോർപ്പറേറ്റ്സ് ഗ്രോ ചെയ്യുന്നത് വെറും 3 to 5%. എന്നാൽ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു പല കമ്പനികളും ട്രേഡ് ചെയ്യുന്ന PE 45, 48, 49, 50 PE ഒക്കെയാണ്. 49, 50 PE-ലൊക്കെയാണ് പല കമ്പനികളും ഫോർവേഡ് PE-യിൽ ട്രേഡ് ചെയ്യുന്നത്.
പറയുന്നത് ഇന്ത്യയിലും ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് 3 തൊട്ട് 5% ഉള്ളൂ. എന്നാൽ US അങ്ങനെയല്ല. US കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് ഡബിൾ ഡിജിറ്റിൽ ഗ്രോ ചെയ്യുന്നു. ലാർജ് കമ്പനീസ്, അതായത് മാക്സ് 7 ലാർജ്, അവിടെയും കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. ആ കമ്പനികൾ വളരെ സ്റ്റേബിളായിട്ട് മൊമെൻറ്റത്തോടു കൂടി ഒരു ലോവർ ഇൻട്രസ്റ്റ് റേറ്റിലും അവിടുത്തെ കോർപ്പറേറ്റ് ഏർണിങ്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതും മാത്രമല്ല, ഏതാണ്ട് GDPയുടെ 40%, അമേരിക്കൻ GDPയുടെ 40% ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെയിൻ ലൈൻ സ്റ്റോക്സിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എന്നുള്ളത്. അതുകൊണ്ട് ഓബ്വിയസ്ലി there will be flight of capital from Indian market selling high valued stocks, and the money will move out of India, which will put a pressure on Indian rupee എന്നുള്ള കാര്യത്തിൽ കാണുന്നത്. ദ ലോങ്സ്റ്റ് പീരീഡ് ഓഫ് ഫോറിൻ ഫണ്ട് ഫ്ലോ, അതായത് FY25 നമ്മൾ നോക്കുകയാണെങ്കിൽ $15 ബില്യൺ ട്രാവൽ ചെയ്തു. FY26 ആസ് ഓൺ ടുഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ $16 ബില്യൺ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അതായത് ലാസ്റ്റ് 2 കൊല്ലം കൊണ്ട് $31 ബില്യൺ ഔട്ട് ഫ്ലോ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ദിസ് വിൽ പുട്ട് ലോഡ് ഓഫ് പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ഡോളറിന്റെ മൂവ്മെന്റ് ഇവിടുന്ന് പുറത്തോട്ട് പോണത് കാരണം നമ്മുടെ ഈ പറയുന്ന പോലെ, അതായത് നമ്മുടെ കൺട്രിയുടെ ഈ ക്യാപിറ്റൽ ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിക്ക് ഇൻഫ്ലോ വരുന്നതിനെക്കാട്ടിലും കൂടുതൽ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് എന്നുള്ള. അതും ഒരു കൊല്ലം മാത്രമല്ല, ലാസ്റ്റ് 2 കൊല്ലമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വിൽ പുട്ട് പ്രഷർ ഓൺ റുപ്പി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് നമുക്ക് ഡോളർ ഇങ്ങോട്ട് വരുന്നതിനേക്കാളും ഡോളർ കൂടുതലും അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ ലാസ്റ്റ് 2 കൊല്ലത്തെ പ്രത്യേകത എന്നുള്ളത്. അതായത് നമ്മളൊരു 30 കൊല്ലത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ, അതായത് 3 ഡെക്കേഡിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ, എന്ന് മുതലാണോ റുപ്പി ബിക്കെയിം മാർക്കറ്റ് ഡിറ്റർമിൻഡ്, മാർക്കറ്റിന് റുപ്പിയുടെ പ്രൈസ് നിശ്ചയിക്കാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ നമുക്ക് നോക്കാം. അതായത് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റിലാണ്. എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റിലാണ്. അതും 2 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആണെന്നുള്ള. ഇത് പ്രോബബ്ലി കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ട് വന്നതാണ് 2 കൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ BOP ഡെഫിസിറ്റ് ആയിട്ട് വരുന്നത്. ഇതിനു മുമ്പേ 1 കൊല്ലം BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴൊക്കെയാണെന്നറിയോ? ഒന്നെന്ന് പറഞ്ഞ് 2009 കാലഘട്ടത്തിൽ ലേമൻ ബ്രദേഴ്സിൻ്റെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ അന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പുൾഡ് മണി ഫ്രം ഇന്ത്യൻ മാർക്കറ്റ്സ്, പുട്ടിങ് പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി എന്നുള്ളത്. ബട്ട് അത് 1 കൊല്ലത്തേക്കായിരുന്നു എന്നുള്ള. അത് കഴിഞ്ഞ് FY12 2012 ടേപ്പർ ട്രാൻഡം വരുന്ന സമയത്ത് there was ഫ്ലൈറ്റ് ടു സേഫ്റ്റി. അന്നും ഡോളർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തിരിച്ചുപോയി. ആ സമയങ്ങളിലൊക്കെ ഇൻസ്റ്റൻസിലൊക്കെ 1 കൊല്ലം നമുക്ക് BOP, അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ലാസ്റ്റ് 2 കൊല്ലം, അതായത് 2025 2026 2 കൺസിക്യൂട്ടീവ് ഇയറിലായിട്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആയിരിക്കുന്നു. അപ്പം നമ്മൾ പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ്, അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡെഫിസിറ്റ് ആണ് നമുക്ക് ഈ റുപ്പിയിൽ ഇത്ര പ്രഷർ വരാൻ കാര്യം. അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ നമ്മുടെ കഴിവിൽ നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നറിയാം. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഫിഗർ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നാണ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മളൊരു രാജ്യം എന്നുള്ള രീതിയിൽ നമുക്ക് എത്രയാണോ പുറത്തുനിന്ന് വരവ് വരുന്നത്, എത്രയൊക്കെയാണ് നമ്മൾ പുറത്തേക്ക് ചിലവാക്കുന്നത് എന്നുള്ള. അപ്പം നമ്മൾ പുറത്തുനിന്ന് വരുന്ന വരവ് എങ്ങനെയാണ്? നമുക്ക് ഗുഡ്സ് ട്രേഡിൽ കൂടി വരും. അതുമാത്രമല്ല സോഫ്റ്റ്വെയർ IT സർവീസസ് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡോളറിൽ റവന്യൂ കിട്ടും. NRIസിൻ്റെ റെമിറ്റൻസ് വരും. ഇങ്ങനത്തെയൊക്കെ രീതിയിൽ നമുക്ക് ഡോളർ രാജ്യത്തിലേക്ക് വരും എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ എന്തൊക്കെ കാര്യത്തിന് സ്പെൻഡ് ചെയ്യും, പുറത്തോട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഇമ്പോർട്ട് ഓഫ് ഓയിൽ ആൻഡ് ഗോൾഡിന് വേണ്ടിയിട്ട് നമ്മൾ പണി സ്പെൻഡ് ചെയ്യും. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. അതായത് നമ്മുടെ വരവിനെക്കാട്ടിലും നമുക്ക് ചിലവാണ് പുറത്തേക്ക് നമുക്ക് കൂടുതലുള്ളത്. അതിനെയാണ് നമ്മൾ CAD അഥവാ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ രണ്ടും കൂടെ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ഡെഫിസിറ്റ് ആണ്, അതായത് പൈസ പുറത്തോട്ടാണ് പോകുന്നത് എന്നുള്ള. ഇതാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നൗ ഇനി നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ഫിഗറിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ അക്കൗണ്ട് ഇന്ത്യക്ക് സർപ്ലസ് ആണ്. അതായത് ഇന്ത്യക്ക് ഇവിടുന്ന് പൈസ പുറത്തോട്ട് പോകുന്നതായിട്ടാണല്ലോ സ്ഥിതിവിശേഷം കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൽ. എന്നാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യണത്? നമ്മൾ കോപ്പപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പുറത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതായത് നമ്മുടെ
പുറത്തുനിന്ന് എഫ് ഡി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടുത്തെ ഇന്ത്യൻ അസറ്റ് സ്റ്റോക്കിലേക്ക്, ബോണ്ട്സിലേക്ക്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫാക്ടറീസിലേക്ക്, കമ്പനീസിലേക്ക് വരും. അതായത് FDI ആയിട്ടും FPI ആയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാ അസറ്റ്സിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. സാധാരണ ഇന്ത്യക്ക് ഈ റിസീവ് ചെയ്യുന്ന മണി നമുക്ക് സർപ്ലസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റുമാണ് നമുക്ക് വരുന്നത് എന്നുള്ള. അപ്പോൾ സാധാരണ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് സംഭവിക്കണം വെച്ചാൽ ലാസ്റ്റ് 30 കൊല്ലമായിട്ട് നമുക്ക് ഈ കറണ്ട് അക്കൗണ്ടിൽ വരുന്ന ഡെഫിസിറ്റിനെ നമുക്ക് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള സർപ്ലസ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാമായിരുന്നു. അതായത് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുമായിരുന്നു. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് കവർ ചെയ്ത് പോകുന്നത് കാരണം നമ്മൾ പറയുമായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതായത് കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കൂടി നോക്കുമ്പോൾ ഉള്ളൊരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സർപ്ലസ് ആയിരുന്നു ലാസ്റ്റ് 30 കൊല്ലമായിട്ട്. അതുകൊണ്ട് ഇത്രയും നാൾ ഇന്ത്യയുടെ ഒരു സവിശേഷത പറഞ്ഞാൽ ലാസ്റ്റ് 30 കൊല്ലമായിട്ട് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റും നമുക്ക് ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന സർപ്ലസും കൂടി നമ്മൾ നോക്കുമ്പോൾ ഇത് കവർ ചെയ്യാന്ന് മാത്രമല്ല നമുക്ക് സർപ്ലസ് കൂടെ വന്നുകൊണ്ട് നമ്മൾ ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസ് ആയിരുന്നു എന്നുള്ളത്. അതായത് മണി ഗോയിങ് ഔട്ട് ഓൾ ടുഗദർ നമ്മളൊരു ബാങ്ക് അക്കൗണ്ടായിട്ട് ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ മണി ഫ്ലോയിങ് ഔട്ട് ആൻഡ് മണി കമ്മിങ് ഇൻ നമുക്ക് കൂടുതൽ പൈസ വന്നിരുന്നു, അല്ലെങ്കിൽ നിയർ ടു സീറോ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കാരണം എന്താ? നമുക്ക് സർപ്ലസ് ആണ് കൂടുതൽ വന്നത് കാരണം RBIക്ക് കൂടുതൽ ഫോറക്സ് അക്യുമുലേറ്റ് ചെയ്തിട്ട് റുപ്പിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇതാണ് നമ്മുടെ ഏറ്റവും, അതായത് സർപ്ലസ് ആയിട്ട് നിന്നത് കാരണം നമുക്ക് ഈ റുപ്പിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഡോളർ കൊണ്ട് നമുക്ക് പറ്റിയിരുന്നു എന്നുള്ള. ബട്ട് ഇപ്പം എന്താ പറ്റിയത്? നമ്മളിപ്പം നോക്കുമ്പോൾ നമ്മൾ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നമ്മൾ ഈ പറയുന്ന പോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. കറണ്ട് അക്കൗണ്ടും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. കറണ്ട് അക്കൗണ്ടിൽ ഇപ്പോഴും നമുക്ക് ഡെഫിസിറ്റ് തന്നെയാണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ. അതുകൊണ്ട് കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് ഇപ്പോഴും ഡെഫിസിറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ബട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ സാധാരണ FDI വഴിയും FII വഴിയും FPI വഴിയും നമുക്ക് ഇന്ത്യയിലേക്ക് വന്നിരുന്ന പൈസ കുറഞ്ഞത് കാരണം, അല്ലെങ്കിൽ ഇവിടുന്ന് പൈസ പുറത്തോട്ട് പോയത് കാരണം നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് എന്നുള്ളത് നേരെ തിരിഞ്ഞിരിക്കുന്നു. അതായത് ഈ പൈസയൊക്കെ തിരിഞ്ഞു പോയത് കാരണം അപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് നേരത്തെ സർപ്ലസ് ഉണ്ടായിരുന്നത് BOP ഡെഫിസിറ്റ് ആയിരിക്കുന്നു. 1 കൊല്ലത്തേക്കല്ല 2 കൊല്ലത്തേക്ക് അടുപ്പിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാരണം തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് പൈസ പോയെന്നറിയാലോ. AI ട്രേഡും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓവർ വാല്യൂഷനും കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ളതും US ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഒക്കെ വരുന്നത് കാരണം ലോകത്തുള്ള എല്ലാ പൈസയും നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ വാൻഗാർഡിൻ്റെ S&P 500 ETF നവംബറിൽ മാത്രം $20.82 ബില്യൻ്റെ ഇൻഫ്ലോ US മാർക്കറ്റിലെ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് പോയിരുന്നു. അപ്പോൾ റീസൺ ഓബിയസ് ആണ്. സോ ദിസ് ഈസ് വൺ തിങ് that is affecting us. എന്നാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ മറ്റുള്ള രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് ട്രേഡ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിയറ്റ്നാം ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും US ആയിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റ് വന്നതോടുകൂടി കുറച്ചുകൂടി വന്നത് കാരണം ഇന്ത്യയുടെ പോലെ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഒരു ഡെഫിസിറ്റിൻ്റെ ഇഷ്യൂ നമുക്ക് അധികം വന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇതൊക്കെ ഇങ്ങനെ ഈ സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ തന്നെ ഇൻക്രിമെൻ്റലായിട്ട് 2 ഇഷ്യൂവും കൂടെ വന്നു നിഖിൽ. അതാണ് നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ റുപ്പിക്ക് ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടായത്. അത് ഒന്നെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ നവംബർ എൻഡോടുകൂടി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് വിശ്വസിച്ചിരുന്നത് ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീൽ സൈൻ ചെയ്യും എന്നുള്ളതാണ്. കാര്യം ഇതിലെ കുറവുകൾ നികത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കുറച്ചുകൂടി എക്സ്പോർട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത്. അതായത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെയുള്ള FIIസിൻ്റെ FPIസിൻ്റെ സെല്ലിംഗ് നിൽക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിൽ അവിടെ ഒരു കറക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ US ട്രേഡ് ഡീൽ പോലുള്ള എന്തെങ്കിലും ആയിട്ടുള്ള പോസിറ്റീവ് ട്രിഗർ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കണം. ആദ്യം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പൈസ പുറത്തോട്ട് പോകുന്നത് നിൽക്കണം എന്നുള്ളതാണ്. അതിനൊരു ട്രിഗർ എല്ലാവരും വിചാരിച്ചിരുന്നത് US ട്രേഡ് ഡീൽ നവംബർ അവസാനത്തോടു കൂടി നടക്കും എന്നുള്ള രീതിയിലാണ്. അത് നടന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഫ്രൈഡേയിലൊക്കെ US ഡോളേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഒരു ലോങ് പൊസിഷൻ കണ്ടിരുന്നു എന്നുള്ള ഇതുകൊണ്ടായിരിക്കണം പ്രോബബ്ലി ഫോറക്സ് ട്രേഡേഴ്സ് ഇത് പറഞ്ഞത്. ടെക്നിക്കലി ഇത് 90ക്ക് മുകളിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് മാസം അവസാനമാകുമ്പോൾ 88.5 അവിടെ വന്ന് സെറ്റിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ പെട്ടെന്ന് പൊടുതനെ വന്നതെന്ന് വെച്ചാൽ ഈ ക്യാഡ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്, അതായത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ചെയ്തിരുന്നത്
0.7% ഓഫ് GDP ആയിരിക്കും എന്നാണ് മാർക്കറ്റ് പ്രൈസ് ഇൻ ചെയ്ത ഒരു ഫിഗർ വെച്ചിട്ട്. അതായത് മാർക്കറ്റ് GDP യെ കുറിച്ച് 7 to 7.5 7.75 ആവും എന്നുള്ള സ്ഥലത്താണല്ലോ 8.2 വന്നത്. അത് സർപ്രൈസ് ചെയ്ത പോലെ തന്നെ CAD മാർക്കറ്റ് പ്രൈസ് ചെയ്തത് 0.7% ഓഫ് GDP ആണ്. ബട്ട് 1 to 1.4% GDP വരുമെന്ന് മാർക്കറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള. ഈ 1 to 1.4% വരുമ്പോൾ ദിസ് ഇസ് നോട്ട് ബാഡ്. നമുക്കത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യ ലാസ്റ്റ് 4 ഡെക്കേഡായിട്ട് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈ പറയുന്ന പോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 2 to 2.5 നിന്നിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് എടുത്തിരിക്കുന്ന ഒരു വാല്യൂ ചെയ്തിരിക്കുന്നത് 0.7% ഓഫ് GDP ആണ്. അവിടെ 1 to 1.4% വന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. ഇത് റുപ്പി ഡിപ്രീസിയേഷൻ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള കാരണം കൂടി ആയി എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. പിന്നെ മൂന്നാമത്തെ ഒരു പ്രോബബിൾ റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ US ട്രേഡ് ഡീലിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ ഇൻടേക്ക്, അതായത് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഗണ്യമായി കുറച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് സോഴ്സസ് ആയ US-ലും ഗൾഫിൽ നിന്നും കൂടുതൽ നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് റഷ്യയിൽ നിന്ന് കിട്ടിയിരുന്ന യുറാൽ ക്രൂഡ് എന്ന് പറയുന്നത് വളരെ ഭേദപ്പെട്ട ഡിസ്കൗണ്ടിലായിരുന്നു മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച്. ഞാൻ വലിയ ഡിസ്കൗണ്ട് എന്ന് പറയില്ല, കമ്പാരിറ്റീവ്ലി ഭേദപ്പെട്ട ഡിസ്കൗണ്ടാണ് കിട്ടിയിരുന്നത്. ആ ഡിസ്കൗണ്ട് പോയാൽ ഓയിൽ പ്രൈസസ് നമ്മൾ കോസ്റ്റ്ലി ആയിട്ട് പിടിക്കുമ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ ഡോളർ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് എടുക്കേണ്ടി വരും. ദാറ്റ് വിൽ ഓൾസോ പുട്ട് എ പ്രഷർ ഓൺ റുപ്പി എന്നുള്ളതാണ്. പിന്നെ മാർക്കറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ റിയൽ GDP എന്ന് പറയുന്നത് 8.2%, നോമിനൽ GDP എന്ന് പറയുന്നത് 8.7%. ഇത് രണ്ടും നോമിനൽ GDP-യിൽ നിന്ന് 8.7-ൽ നിന്ന് റിയൽ GDP ആയ 8.2 മൈനസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.5% എന്ന് പറയുന്ന ആ ഒരു ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്താണ്? കോർപ്പറേറ്റ് ഏർണിങ്സിൽ വലിയ രീതിയിൽ മാറ്റം വരാൻ ചാൻസ് ഇല്ല. അതായത് പ്രൈസസ് ഹാർഡ്ലി മൂവ്ഡ് അപ്പ് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ഐഡിയലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, RBIയുടെ 4% ഇൻഫ്ലേഷൻ നല്ലതാണെന്ന് പറയാൻ കാര്യം എന്താ? നമുക്ക് കാര്യങ്ങൾ നമ്മളൊരു ഐഡിയലായിട്ടുള്ള എക്കണോമിയിൽ എന്ത് വരണം? ഇൻഫ്ലേഷൻ ഒരു 4% അടുപ്പിച്ച് ഉയർന്നുകൊണ്ടിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ വരവും നമ്മുടെ വേജസും സാലറീസും ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന സാധനം എന്താ? വേജസും സാലറീസും കുഴപ്പമില്ലാതെ GDP നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, വേജസ് സാലറി ചെയ്യുന്നു. എന്നാൽ ഈ പ്രൈസസ് അധികം കയറുന്നില്ല. ഈ ഇൻഫ്ലേഷനാണ് ശരിക്കും പറഞ്ഞാൽ, ഇൻഫ്ലേഷൻ നമ്മൾ ബാഡായിട്ട് പറയുമെങ്കിലും 4% വരെയുള്ള ഇൻഫ്ലേഷൻ ഈസ് ഹെൽത്തി ആൻഡ് ദാറ്റ് ഈസ് കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ്. കോർപ്പറേറ്റ് പ്രോഫിറ്റിൻ്റെ മാർജിനാണ് അത് എന്ന് തെളിയിക്കുന്നു. അത് 0.5% വന്നത് മാർക്കറ്റിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒന്ന് എന്താ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ബഡ്ജറ്റ് ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് കൂടുതലും ടാക്സസിൽ നിന്നാണ്. എക്സ്പെൻഡിച്ചർ നടന്നുകൊണ്ടേയിരിക്കും അല്ലേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടന്നുകൊണ്ടേയിരിക്കും. ഗവൺമെൻറ് റവന്യൂ കിട്ടുന്നത് കംപ്ലീറ്റ് ഇതേപോലെ നല്ലൊരു വിഭാഗം ടാക്സിൽ നിന്നാണ്. ആ ടാക്സ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ്, അതായത് ഈ നോമിനൽ GDP, റിയൽ GDP-യിലല്ല, നോമിനൽ GDP വെച്ചിട്ടാണ്. അത് കൂടുതലും ഡബിൾ ഡിജിറ്റ് വെച്ചിട്ടായിരിക്കാം ഇവർ ടാക്സ് കളക്ഷൻ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോമിനൽ GDP ബിക്കോസ് ഓഫ് ദിസ് 0.5% ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റർ, നോമിനൽ GDP is just 8.7%. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് വിൽ ബി ഓർ മേ ബി കളക്ടിങ് less tax, which will reduce the revenue of the government. At the same time, expenditure goes on as planned. അപ്പോൾ physical deficit widen ചെയ്യാൻ ചാൻസ് ഉണ്ട്, which will also put pressure on ഇന്ത്യൻ റുപ്പി എന്നുള്ളത്. അപ്പോൾ ഈ വക പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന പോലെ റുപ്പി താഴേക്ക് വരാനുള്ള ചാൻസ്. ഇതൊരു മിക്കവാറും ടെക്നിക്കലി ആൻഡ് ടെമ്പററി ആയിരിക്കും. ഇത് തിരിച്ചു വന്ന് സെറ്റിൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ട്രേഡിംഗ് ഡെസ്കിൽ നിന്ന്, അതായത് ഡോളർ US അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് ഡെസ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പേർട്ടുകളുടെ അഭിപ്രായം അനുസരിച്ച് വരുന്നത്. GDP ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രേക്ഷകർക്ക് അതിനെ എങ്ങനെ കാണണം എന്നുള്ളതിന് എല്ലാ അധികാരമുണ്ട്. പൊളിറ്റിക്കലി അക്യൂസ് ചെയ്യാം, നമുക്ക് എക്കണോമിക്കലി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് അക്യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു വശം മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പീനിയനും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞങ്ങൾ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാത്തതെന്ന് വെച്ചാൽ വി വുഡ് ലൈക്ക് ടു ബി എവേ ഫ്രം ദ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് ഓഫ് ദിസ്. നമ്മളെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല, ഭാവ് ഭഗവാൻ ഹെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് മാർക്കറ്റാണ്. ആ മാർക്കറ്റിനെ വിശ്വസിച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നു. ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നു, എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ ഇപ്പോഴും തുറന്നു പറയുന്നു, എൻ്റെ പോർട്ട്ഫോളിയോ നെഗറ്റീവ് ആവാൻ കാര്യം എൻ്റെ കയ്യിൽ കയറിയ സ്റ്റോക്സ് ഇല്ലാത്തതുകൊണ്ടാണ്. റെസ്റ്റ് ഇസ് ഓൾ നോയ്സ്. GDP, ഇൻഫ്ലേഷൻ ഫിഗേഴ്സ്, ട്രംപിൻ്റെ ടാരിഫ്, ഇതൊന്നും അല്ല ഞാൻ കാണുന്നത്. എൻ്റെ കഴിവുകേട് കൊണ്ടാണ് എൻ്റെ പോർട്ട്ഫോളിയോ താഴേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം 100-ൽ പരം സ്റ്റോക്കുകൾ ഈതർ ഡബിൾ
60%, 50%, 40%, 30% കയറിയിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ആ സൈഡിലെ ട്രേഡിൽ പെട്ടുപോയില്ല. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പെട്ടുപോയത് കാരണം ഞാൻ എന്തിനാ മറ്റുള്ള കാര്യങ്ങളെ കുറ്റം പറയണതെന്നാണ് എൻ്റെ സേഫ്. അതായത് ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ്, otherwise let's accept the fact and move forward. As far as those things are concerned, our portfolio is concerned, why it is in red, it is because we are the enemy എന്നുള്ള റിയലൈസേഷൻ ആണ്. എനിക്ക് നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റും ടെക്നിക്കൽ അനാലിസിസും നമുക്ക് നോക്കിയിട്ട് തിരിച്ചു തരാം. ഇതൊന്ന് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ഒപ്പീനിയനും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും പറയുന്ന കറക്റ്റാണ്, ഇത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഒരു അഭിപ്രായം ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളിത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഒരാൾക്കെങ്കിലും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് സ്റ്റഡി ചെയ്യാൻ പറ്റിയാൽ അത് ഗുണകരമാവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അത്രയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. വളരെ നന്ദി. ചിലപ്പോൾ നമുക്ക് ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല, ബട്ട് ഈവൻ നമുക്ക് ഇന്നും സമയമുണ്ട്. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ GDP ഫിഗറും റുപ്പിയും തന്നെയാണ്. അതുകൊണ്ട് സ്പോട്ട്ലൈറ്റ് നമ്മൾ വിട്ടുപോയിട്ടില്ല എന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. നിഖിൽ സുരേഷ് സാർ, അടുത്തതായിട്ട് നമ്മളിന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാനുള്ളത്? ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ലാസ്റ്റ് ഒരു 2 ലൈനും കൂടെ ആഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, പൊതുവേ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സൊന്നും മരവിച്ചിരിക്കുന്ന സമയമായിരിക്കും. കാര്യം എന്താ, ഈ 26,000 ആ ഒരു പുതിയ ഹൈ കട്ട് ചെയ്ത് മാർക്കറ്റ് മീനിങ് ഫുള്ളി പോകുന്നില്ല. അത് മാത്രമല്ല ബ്രോഡ് ബേസ്ഡ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് പോകുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബൈ ഒരു സെക്ടർ റൊട്ടേഷനും, അതായത് NAV പ്രോപ്പപ്പ് ചെയ്ത് കാണിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ലാസ്റ്റ്, അതായത് ഫൈനൽ ഇയറിലെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റും ഇൻഡെക്സ് മാനേജ്മെൻറ്റും മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോസ് ഒന്നും ഗ്രീനിലല്ല എന്നുള്ളത് വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ GDP ഫിഗേഴ്സും ഈ പറയുന്ന ഡോളറും പ്രശ്നമാണോ? ടെമ്പററി ഇതൊരു പ്രശ്നം തന്നെയാണ്, ബട്ട് ലോങ് ടേമിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം ഞാനിപ്പോൾ 30 കൊല്ലമായി മാർക്കറ്റിൽ 1992-3 ലൂയി ഫിലിപ്പിന്റെ ഷർട്ട് മേടിക്കുന്നത് 250 രൂപയ്ക്കാണ്. ഇന്ന് ആ ലൂയി ഫിലിപ്പ് ഷർട്ടിന്റെ വില 2,500 രൂപ എന്ന് പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, $35 എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി 40 എന്ന് പറയുന്നതും റെക്കോർഡ് ഹൈ ആയിരുന്നു. 45 എന്ന് ഞാൻ കേൾക്കുന്നതും റെക്കോർഡ് ഹൈ ആയി കേട്ടിട്ടുണ്ട്. 50 റെക്കോർഡ് ഹൈ ആയിട്ട് കേട്ടിട്ടുണ്ട്. 55 റെക്കോർഡ് ഹൈ ആയി കേട്ടിട്ടുണ്ട്. 60 കേട്ടിട്ടുണ്ട്. 70 കേൾക്കുമ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര റെക്കോർഡ് ഹൈ ആണ്, ഇത് മാർക്കറ്റ് നെഗറ്റീവാണ്. 75 കേട്ടപ്പോഴും ഇതാണ്, 80 കേട്ടപ്പോഴും ഇതാണ്, 90 കേട്ടപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ വക ഡേറ്റാസ് ഇങ്ങനെ തന്നെ നമ്മളെ ഇതേപോലെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതെല്ലാം ഷോർട്ട് ടു മീഡിയം ടേമിൽ മാത്രമേ ഉള്ളൂ. ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷന് ഇതൊന്നും നെഗറ്റീവ് ആവുന്ന പ്രശ്നമില്ല. ഞാൻ എല്ലാവരോടും വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യം, നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മേടിച്ച് ഒരു പൈസ ക്രിയേറ്റ് ചെയ്യാനാണ്. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളൊരു 52 വയസ്സായ ഒരു സീനിയർ റെക്കമെൻഡേഷൻ മാത്രമാണ്. അത് നമ്മൾ കാണിക്കുന്നത് ഒരു അസംബ്ലി ഹാളിൻ്റെ ഫ്രണ്ടിലോ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിലോ ആണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വേറൊരു ഉദ്ദേശമാണെങ്കിൽ നമ്മൾ ഇതൊക്കെ മാറ്റിവെച്ച് ഒരു ലോങ് ടേം കൺവിക്ഷനോടുകൂടി നമ്മൾ നോളജ് ഇൻക്രീസ് ചെയ്ത് തന്നെ പോകണം. എന്ത് ഡോളർ റേറ്റ് ആയിക്കോട്ടെ, എന്ത് GDP ആയിക്കോട്ടെ, എന്ത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിക്കോട്ടെ, എന്ത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആയിക്കോട്ടെ, നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇതൊന്നും പ്രശ്നമില്ല. We will be on the right side of the trade. There are a lot of companies that have thrown up a great return in the last 1 year. നമ്മുടെ കയ്യിൽ അത് പെട്ടുപോയില്ല എന്നെങ്കിൽ നമ്മൾ അവിടെ എന്തുകൊണ്ട് പെട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റുള്ള സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒന്നും ഗെയിൻ ചെയ്യാനില്ല. നമ്മളിവിടെ കുറ്റം പറയുന്നത് തൊട്ട് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അത് പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇവരാരും അറിയാനും പോകുന്നില്ല, ഇവരൊന്നും ഇത് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. അവരവരുടേതായ രീതിയിൽ തന്നെ പോകും, അവരുടേതായ അജണ്ട തന്നെ പോകും. നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മുടെ കയ്യിലെ കാശും കീശയിലെ കാശും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം മാറ്റിവെച്ച് നമ്മൾ കുറച്ചുകൂടി ഹോളിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് ഒരു രീതിയിലും പൊളിറ്റിക്കലായിട്ടുള്ള ഇൻവോൾവ്മെന്റ് MyFin ഡെസ്കിൽ ഉണ്ടാവില്ല. നമ്മളെന്നും നമ്മുടെ ഗുരുവായിട്ട് മാർക്കറ്റിനെയും നോളജിനെയും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വയ്യാത്ത ദിവസം പോലും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് മാത്രമല്ല നിഖിലിനും ഞങ്ങളുടെ ഡിവിഷനിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന പോലെ ആരോഗ്യപരമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിലും വി ആർ ഹിയർ ടു സെർവ് യു ബെറ്റർ. ഞങ്ങൾ പറയുന്നതൊക്കെ നന്നാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ബട്ട് ഹോണസ്റ്റ് ആയിട്ടും സിൻസിയർ ആയിട്ടും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. അതിൽ ഒരുപാട് പേര് ഞങ്ങൾക്ക് റെസ്പെക്റ്റും സപ്പോർട്ടും കെയറും ലവും തരുന്നു. വി വാല്യൂ ഇറ്റ് അ ലോട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു ടുമോറോ. താങ്ക് യു.
ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഒരു റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് എപ്പോഴും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സഹായം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നടപ്പിലാക്കുക. നമ്മുടെ അടുത്ത പ്രോഗ്രാമായിട്ട് വരാനുള്ളത് നമ്മുടെ പുതിയ പ്രോഗ്രാമായിട്ടുള്ള ഗോൾഡ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ട്രേഡർ ആയിട്ടുള്ള സെബീനെ ആയിട്ടുള്ള ഒരു ടോക്കാണ്. എല്ലാ പ്രേക്ഷകരും ഈ ഒരു ലൈവിൽ തുടരുക, പരിപാടി കാണുക. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin.